ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വീടും പൂട്ടിയ ഒരു ഔട്ടിങ്ങിന് പോകാം. മിറാനാകെ ത്രില്ലിലാണ്. വണ്ടിയിൽ എണ്ണയും അടിച്ച് നമുക്ക് മിറാൻ്റെ ഉപ്പാടെ വീട്ടിൽ പോയി അവരെയും കൂട്ടിയാണ് ഇന്ന് ഔട്ടിങ്ങിന് പോകുന്നത്. വലിയ ലോറി. ഇനി ഇവിടെ കുറച്ചു നേരം ബ്ലോക്കില്ല. ആ ടൈമിന് ഞങ്ങൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാം. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ വീടിന് കുറച്ചടുത്തുള്ള ഉമേനല്ലൂർ ഏരിയയിലേക്കാണ്. ഇന്ത്യൻ ക്രിക്കറ്റർ വന്ന് ഫേമസ് ആയ ഉപ്പും മുളകും പഴങ്കഞ്ഞി കടയാണിത്. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ വേറൊരു വീഡിയോയിൽ വിശദമായി പറയാം. ഈ കാണുന്നതാണ് കുണ്ടുമൺ പാലം. ഇതാണ് കുണ്ടുമൺ കായൽ. ഇത് എത്തിച്ചേരുന്നത് ഇത്തിക്കര ആറിലാണ്. നമ്മൾ മിറാൻ്റെ ഉപ്പാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരെയും കൂട്ടി നമുക്ക് ഔട്ടിങ്ങിനായിട്ട് പുറപ്പെടാം. കണ്ണനല്ലൂർ നിന്ന് കൊട്ടിയം ചെന്നാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി. ഇതാണ് മിറാൻ പഠിക്കുന്ന സ്കൂള്. കൊട്ടിയം എത്തുന്നതിന് കുറച്ച് മുമ്പാണ് സ്കൂളുള്ളത്. റോഡ് പണി തുടങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ് കൊട്ടിയം ജംഗ്ഷനിൽ. കുറച്ചു നേരം ബ്ലോക്കിൽ കിടന്നാലേ എവിടെയും പോകാനൊക്കും. നമ്മൾ പറഞ്ഞ സ്ഥലം എത്തി. ഇതാണ് ഉമേനല്ലൂർ ഏല. റോഡിൻ്റെ രണ്ട് സൈഡിലും വയലാണ്. കുറച്ച് ദൂരം നമുക്കിതിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. വയൽ തീരുന്നതിന് കുറച്ച് മുമ്പുള്ള ഏരിയയിലാണ് എല്ലാവരും ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണുന്നത്. ഞങ്ങളും അവിടെ തന്നെയാണ് ഇറങ്ങിയത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോയും ഷോട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണാം. അവിടെ ചെറിയൊരു തോടുണ്ട്. അവിടെയാണ് ആൾക്കാർ വന്നിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം നോക്കി നമ്മളും പോയി കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തുള്ള ചായക്കടയിൽ പോയി ഓരോ ചായ കുടിക്കാം. ചായ മാത്രമല്ല പൊരിപ്പും ഉണ്ട്. എല്ലാത്തിൽ നിന്നും ഓരോന്നും ഞങ്ങളും എടുത്ത് കഴിച്ചു. എല്ലാം കൊള്ളായിരുന്നു. മിറാനും കുറച്ച് ചായ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചൊരു റിലേറ്റീവിനെയും കണ്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനിലാണ്. എല്ലാവരും സൺഡേ പോകുന്ന സ്ഥിരം സ്പോട്ട് ബീച്ച്. നമുക്കൊരു മാറ്റമുണ്ട്. കൊല്ലം ബീച്ചല്ല, ഇത് വയനാടിനടുത്തുള്ള താന്നി ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൊല്ലം ബീച്ച് വെച്ച് നോക്കുമ്പോൾ തിരക്കും കടൽക്ഷോഭം കുറച്ച് കുറവുള്ള സ്ഥലമാണ് താന്നി ബീച്ച്. പണ്ട് താന്നി ബീച്ചിൽ തിരക്കൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് തിരക്കൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അങ്ങനെ ബീച്ചിൽ എല്ലാവരും കാലൊക്കെ നനച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കരയിലും പുലിമൂട്ടിലുമൊക്കെ ആയി ഒരുപാട് നേരം ചിലവഴിച്ചു. സന്ധ്യയായപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്നും തിരിച്ചു മടങ്ങി. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ എപ്പോൾ താന്നിയിൽ പോയാലും ലെവൽ ക്രോസിൽ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്. ഈ ഫ്ലോട്ടൊക്കെ ലെവൽ ക്രോസിൻ്റെ അപ്പുറത്തകപ്പെട്ടതാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. മന്തി തന്നെ പോരട്ടെ, ഒട്ടും കുറയ്ക്കണ്ട. മിറാൻ റെഡിയായിരിക്കുക. ഓർഡറൊക്കെ ചെയ്യുമായിരുന്നു. സാലഡും മയണൈസും ഒക്കെ എത്തി. മന്തിയും വന്നിട്ടുണ്ട്. ചില്ലി, പെരി പെരി, ഹണി എല്ലാം അവരവരുടെ ഫേവറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ മന്തിയുടെ ഭംഗി കണ്ടില്ലേ? മിറാനും ഹാപ്പിയാണ്. മന്തിയുടെ കോമ്പിനേഷൻ പെപ്സിയും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരു അറ്റാക്കായിരുന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു. ആ സന്തോഷം കണ്ടില്ലേ? എല്ലാവരെയും പ്ലേറ്റൊക്കെ കാലിയായി. കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നല്ലൊരു മന്തി പ്ലേസാണ് കണ്ണനല്ലൂർ ഉള്ളതിൽ വെച്ച്. പുറത്ത് നല്ല മഴയുണ്ട്. പെട്ടെന്ന് വീട്ടിലെത്താം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.